ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പാവങ്ങളുടെ കന്യക പരിശുദ്ധ കന്യകാ മാതാവിനെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബിക്കോ കുടുംബത്തിൻ്റെ വീടിന് പുറകുവശത്തുള്ള തോട്ടത്തിൽ മരീറ്റെ ബിക്കോ എന്ന 11 വയസ്സുകാരിക്ക് പരിശുദ്ധ കന്യകാമറിയം 8 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. പാവങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾക്കും രോഗികൾക്കും വേദന അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ രക്ഷകൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്, ധാരാളം പ്രാർത്ഥിക്കുക എന്നാണ് അവസാനത്തെ പ്രത്യക്ഷപ്പെടലിൽ ആഹ്വാനം ചെയ്തത്. അതിനുശേഷം അവളുടെ കൈകൾ മരീറ്റയുടെ തലയിൽ വെച്ച് കുരിശ് വരച്ച് അനുഗ്രഹിച്ചു. ദൈവരാജ്യത്തിൽ കണ്ടുമുട്ടുന്നതുവരെ കാണാം എന്ന് പറഞ്ഞ് മാതാവ് അപ്രത്യക്ഷയായി. 14 വർഷത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 1949 സഭ ആധികാരികമായി ഈ പ്രത്യക്ഷപ്പെടൽ അംഗീകരിക്കുകയും ചെയ്തു. 1985 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ദേവാലയത്തിൽ വെച്ച് മരീറ്റയുമായി കൂടിക്കാഴ്ചയും നടത്തി. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പാപങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവേ, പാപികളായ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിലും സങ്കടങ്ങളിലും കുറവുകളിലും രോഗാവസ്ഥയിലും അമ്മ ഞങ്ങളുടെ അടുത്ത് വരണമേ എന്ന് കണ്ണുനീരോടുകൂടി ഞങ്ങൾ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ജോലി സ്ഥലങ്ങളെയും എല്ലാം അമ്മ അനുഗ്രഹിക്കുമാറാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.